സാർ, ഈ കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ ഇവർക്ക് ജാമ്യം കിട്ടാതെ പോയ വിഷയം ഇവിടെ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അവർ ഇന്ത്യൻ പൗരന്മാരല്ലേ, ഒന്നാമത്തെ കാര്യം. കന്യാസ്ത്രീകളുമാണ്. പിന്നെ അവർക്ക് വ്യക്തികളെന്ന രീതിയിൽ എന്ത് സംരക്ഷണമാണ് കിട്ടിയിട്ടുള്ളത്? പിന്നെ അടുത്ത ചോദിക്കാനുള്ളത്, ഇതിൻ്റെ നഷ്ടപരിഹാരം പ്രോസിക്യൂഷനും പോലീസും കൊടുക്കുമോ? ഈ തുടക്കം മുതൽ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി. അതിൽ ഊന്നി പിടിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഈ പറയുന്ന ജാമ്യ വ്യവസ്ഥ പോലും നടപ്പാവാതെ പോയിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ പ്രശ്നം, ഛത്തീസ്ഗഡിലുണ്ടായ കന്യാസ്ത്രീകളുടെ പ്രശ്നം നമ്മൾ എത്ര ലഘൂകരിച്ചാലും ലഘൂകരിക്കാൻ പറ്റാത്ത മാനങ്ങളത് കൈവരിക്കുകയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നമ്മുടെ സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങളെ എല്ലാം അത് ചോദ്യങ്ങളുടെ മുൾമുനയിൽ, വിമർശനങ്ങളുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിക്കാനായിട്ട് സെഷൻസ് കോടതി പറഞ്ഞ കാര്യം, ഇത് ഞങ്ങൾ പരിഗണിക്കേണ്ട വിഷയമല്ല, കീഴ്ക്കോടതി പരിഗണിക്കേണ്ട വിഷയമല്ല, മറിച്ച് NIA കോടതിയാണിത് പരിഗണിക്കേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ NIA കോടതി പരിഗണിക്കേണ്ട ഒരു വിഷയത്തെ എങ്ങനെയാണ് കന്യാസ്ത്രീകൾ അറിയുന്നത് ഏത് കോടതിയാണ് പരിഗണിക്കേണ്ടത്? പോലീസ് FIR കൊടുക്കുന്നത് എവിടെയാണ് കൊടുക്കുന്നത്? ഏത് കോടതിയിലാണ് കൊടുത്തത്? ഏത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്? ഏത് പ്രോസിക്യൂട്ടറാണ് ഗവൺമെൻറ്റിന് വേണ്ടി, സർക്കാരിന് വേണ്ടി ഹാജരായത്? ഇവർക്കറിയാൻ മേല ഇവരുടെ തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ കഴിവുകേടുകൊണ്ട്, വിവരക്കേടുകൊണ്ട് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുക. അല്ലെങ്കിൽ NIA കോടതി ആദ്യം തന്നെ കൊടുക്കായിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ NIA കോടതിയിൽ ആദ്യം കൃത്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഇവർക്ക് ജാമ്യം നേടായിരുന്നു. അപ്പോൾ അവർക്ക് മൗലികമായി കിട്ടേണ്ട ജാമ്യം നിഷേധിക്കാനുള്ള ഒരു ഗൂഢാലോചന ഈ ഭാഗത്ത് ആരെങ്കിലും സംശയിച്ചാൽ, ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തോ പോലീസിൻ്റെ ഭാഗത്തോ സംശയിച്ചാൽ, തെറ്റില്ല, ബജരംഗദളിൻ്റെ ഭാഗത്ത് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ബജരംഗദൾ തന്നെയാണ് ഏറ്റവും വലിയ. കഴിഞ്ഞ ദിവസം വന്നിട്ടാണ് ഇതിപ്പോൾ ശിക്ഷിക്കപ്പെട്ട് വെറുതെ കിടന്ന 19 മാസം മറ്റോ കിടക്കേണ്ടി വന്നിട്ടുണ്ട് പരിപ്പോസൊക്കെ. അതൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാൻ വെച്ചിരിക്കുക. ഇവിടെ കേരളത്തിൽ പറയുന്നുണ്ട്, എങ്ങാണ്ട് പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട് ഒരു കൊലപാതക കേസിലെ. അവർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പിണറായി ഉത്തരവിട്ടിരിക്കുക. അപ്പോൾ തെറ്റായ രീതിയിൽ കേസ് പ്രോസസ്സ് ചെയ്ത് തെറ്റായ സ്ഥലത്ത് കൊണ്ട് കൊടുത്ത് വിധി ഇവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ നിശ്ചയിച്ചു. ഇവിടെയാണ് നമ്മുടെ സംശയം. കന്യാസ്ത്രീകൾ ഉയർത്തുന്നൊരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഉടുപ്പിൻ്റെ പ്രശ്നമാണോ എന്ന്. ഞങ്ങളുടെ ഉടുപ്പിൻ്റെ പ്രശ്നമാണോ എന്ന് ഇവർ കന്യാസ്ത്രീകൾ ന്യായമായി ചോദിക്കുക. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? അല്ലേ പറയണം, ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല, നിങ്ങളിവിടെ മതപരമായ വർക്ക് നടത്താൻ പാടില്ല. പിന്നെ മതപരിവർത്തനം എന്നുള്ളത് ലോകം മുഴുവൻ നടന്നു. ജനിച്ചപ്പോൾ തൊട്ട് നമ്മളെല്ലാം പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. കൊച്ചുകുട്ടിയായിട്ട് ജനിക്കുമ്പോൾ നമുക്ക് ആർക്കൊരു മതമില്ല. നമ്മളെ ഒരു മതത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്ന നമ്മുടെ രക്ഷകർത്താക്കളാണ് ഓരോ കാലഘട്ടത്തിലും. അപ്പം പരിവർത്തനം, മതപരിവർത്തനം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെ? ലാഭവും നഷ്ടവും നോക്കി വേണം മാറ്റാം. ഇവിടെ നമ്മുടെ ജനസംഖ്യ കുറയുമെന്നാണ് പേടിയെങ്കിൽ ഹിന്ദു ജനസംഖ്യ ഭീകരമായി കുറയുന്നു, മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ജനസംഖ്യ കൂടുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയും നമുക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് എത്രയോ ആൾക്കാർ വിദേശ പൗരത്വം നേടിയ ആ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അമേരിക്കയിലേക്ക് പോകുന്നു, ആസ്ട്രേലിയയിലേക്ക് പോകുന്നു, ബ്രിട്ടനിലേക്ക് പോകുന്നു, എല്ലായിടത്തേക്കും പോവുകയാണ്. എത്ര ആയിരങ്ങൾ പോകുന്നുണ്ട്. അവർ മതം മാത്രമല്ല രാജ്യം വരെ അവർ ഉപേക്ഷിക്കുക. മതത്തേക്കാൾ പ്രധാനപ്പെട്ട രാജ്യമെന്നാണല്ലോ ഇവർ പറയുന്നത്. എന്തിനേക്കാൾ വലുത് രാജ്യം, ദേശം. ആ ദേശത്തെ അവർ ഉപേക്ഷിച്ച് പോകുന്നതിന് അവർക്ക് പരാതിയില്ലേ? ആലോചിച്ചോളൂ. ഇവരുടെ അത്രയും സങ്കുചിതമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ഇവർ ഇന്ത്യയിലെ ബഹുജന ആക്കാൻ ശ്രമിക്കുന്നത്. ഇനിയും മതപരിവർത്തനം നടത്തിക്കൊണ്ട് ഏതെങ്കിലും ലോകത്ത് എത്രയോ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതായിപ്പോയി. ബുദ്ധമതം എത്രമാത്രം സ്ട്രോങ് ആണ്, ജൈനമതം എത്രമാത്രം ജൈനമതം എത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പോൾ ഈ മതങ്ങൾ പല രാജ്യങ്ങളിലും പല രീതിയിൽ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം ഉണ്ടായിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ക്രിസ്ത്യാനി ഓരോ മതങ്ങളും ഉണ്ടായിട്ട് ഇത്രയേ ആയിട്ടുള്ളൂ. ഹിന്ദുമതത്തിൻ്റെ പോലും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. ശിവൻ്റെ ഭക്തർ വന്നിട്ടുണ്ട്, രാമൻ്റെ ഭക്തർ വന്നിട്ടുണ്ട്, അവർ തമ്മിൽ അടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ മൗലികമായ, അപ്പോൾ ദൈവം എന്നുള്ള ഒറ്റ കൺസെപ്റ്റിലേക്ക് ചുരുക്കിക്കഴിഞ്ഞാൽ ഇവിടെ മതപരിവർത്തനത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. അതിന് പകരം എൻ്റെ സ്വാർത്ഥതയ്ക്ക്, മതമേധാവികളുടെ പൗരോഹിത്യത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് ഇവിടെ എതിർക്കുന്നവരതാ ചെയ്യുന്നത്. മതപരിവർത്തനത്തെ എതിർക്കുന്നവർ പൗരോഹിത്യത്തിനാണ് മുൻപേ. അവരാണ് ആരാണ് ബജരംഗദൾ? ആരാണ് അവർക്ക് അവകാശം കൊടുത്തത്? ഇന്ത്യൻ ഭരണഘടനയാണോ? കേന്ദ്ര ഗവൺമെൻറ്റാണോ? ഛത്തീസ്ഗഡ് ഗവൺമെൻറ്? ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? സാർ, ആ യുവതി പറയുന്നത്, ഞാനൊരു ജോലിക്ക് വേണ്ടി പോകാനായി ഇറങ്ങിയതാണ്. എന്നെ ഒരു ജോലിക്ക്, ഒരു സ്ഥലത്ത്, ഒരു ആശുപത്രിയിൽ ജോലിക്ക്, 21 വയസ്സായ കമലേശ്വരി പ്രധാൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്.
അവരെ മതപരിവർത്തനം എന്ന് പറഞ്ഞ് ഇവർ ആരോപിക്കുന്നതാണ്. ആ യുവതി പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ ഒരു ജോലിക്ക് വേണ്ടി ഒരു ആശുപത്രിയിൽ 10,000 രൂപ ശമ്പളത്തിൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ജോലിക്ക് വേണ്ടി ഞാൻ പോയതെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ ജോലി ആ രീതിയിലാണ് പറയുന്നതെങ്കിൽ, ആ പെൺകുട്ടി പറയുന്നതെങ്കിൽ അവിടുന്ന് വരുന്ന സാക്ഷിമൊഴികളെ നമുക്ക് വിശ്വസിക്കാം. ഞാനത് വിശ്വസിക്കുന്നില്ല ഒന്നിലും. വേറൊരു സംഗതി, നമുക്ക് അവിടെ സത്യം അറിയാനുള്ള സത്യം, കാരണം ഇവിടെ നിഷ്പക്ഷമല്ല, ജുഡീഷ്യറി പോലും നിഷ്പക്ഷമല്ല, അല്ലെ പോലീസ് നിഷ്പക്ഷമല്ല എന്ന് തെളിയിച്ചെടുത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാക്ഷികളെ എത്ര വിസ്തരിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടി അവരുടെ കുടുംബം എത്രയോ കാലമായിട്ട് ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നതെന്നാണ് ആ കുട്ടി പറയുന്നത്. അല്ല, അതൊക്കെ പറയാനുള്ള തെളിവ് പറയാനുള്ള കാരണങ്ങളുണ്ടല്ലോ. അതിന് പകരം ഇവിടെ ഇപ്പോൾ കൗണ്ടർ ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 5 പേരെ അറസ്റ്റ് ചെയ്തു, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു, 1 വർഷത്തോളം, അല്ല 5 അച്ഛന്മാരെ 1 വർഷത്തോളം ജയിലിൽ കിടന്നു. ഇതവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലത്ത് ഈ കെയർ ഓഫിൽ അറസ്റ്റ് ചെയ്തൊരു കഥയുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ പ്രശ്നം അവിടെയല്ല, അവർ തെറ്റ് ചെയ്തോലി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർക്ക് നീതിയുടെ മാർഗം തേടാനുള്ള അവസരം നിഷേധിച്ചു. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ജാമ്യം എടുക്കാനുള്ള അവസരം അവർക്ക് ആര് നിഷേധിച്ചു? തുടക്കം കേസ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്, ഏറ്റവും പ്രധാനപ്പെട്ട പോലീസും ഗവൺമെൻറ്റുമാണ്. പോലീസ് തന്നെ ഗവൺമെൻറ് പറയുന്ന പോലെ ഇവിടെ പിണറായി ഒരു കൺട്രോൾ പോലും ചലിക്കുകയില്ല, പിണറായി വിജയൻ അപ്പുറമായിട്ട് പോകും. അത് തന്നെ എല്ലാ സ്റ്റേറ്റിലും തന്നെ അങ്ങനെ ആയിപ്പോയി. എല്ലാ ഭരണകൂടങ്ങളും, സംസ്ഥാന ഭരണകൂടങ്ങളും മിക്കവാറും എല്ലാം തന്നെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വെറും ആരും തൻ്റെ ഉള്ള ഒറ്റ ഓഫീസർമാരില്ല നിവർന്നെന്ന് പറയാം. അതാണ് സ്ഥിതി. ഇതിൽ നിന്ന് നമ്മൾ എന്താ നമുക്ക് മനസ്സിലാക്കാം? സർ, ശരിയായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. ശരിയായ മൊഴി ഇവിടുന്ന് രേഖപ്പെടുത്തിയാൽ കോടതി കിട്ടും. ആ സാക്ഷി ഒഴിവാക്കുവാണെങ്കിൽ സാക്ഷിമൊഴികൾ പ്രധാനപ്പെട്ട നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാക്ഷിമൊഴികൾ. സാക്ഷികളെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും പറ്റും. അതാണ്, സാക്ഷിമൊഴികളെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും പറ്റും. പാർട്ടി കോടതി വെച്ചിരിക്കുന്നതിനാണ്. അവിടെ ബജരംഗ, ഇവിടെ CPM-ൻ്റെ കോടതിയാണ്, അവിടെ ബജരംഗളിൻ്റെ കോടതിയാണ്. CPM-ൻ്റെ കോടതി പോലെ തന്നെ അപകടകരമാണ് ബജരംഗളിൻ്റെ കോടതി. ഇത് തിരിച്ചറിയേണ്ടത് നമ്മൾ. നിങ്ങളുടെ നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നീതിന്യായ വകുപ്പിനല്ലേ ഉള്ളൂ. സാർ, ഈ ബജരംഗ് ദളിന്റെ നേതാവ് ജ്യോതി ശർമ്മ എന്ന മഹതി അടിക്കുന്ന അതായത് റിപ്പോർട്ട് ഈ പിന്നെ ദുർഗ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ചും ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി കൊടുക്കാനായിട്ട്. അല്ല, അങ്ങനത്തെ ഒരു സാധനം ചെയ്ത് കൊടുക്കുകയല്ലേ. ഇവിടെ നമ്മുടെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ സാധാരണ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ജയിലുകളിലൊരു പതിവുണ്ട്. ഒരു സാക്ഷി ഏതെങ്കിലും കേസിൽ പ്രതിയോ വാദിയാണ്, അവനെ കൊണ്ട് ഇന്നത് പറയിപ്പിക്കാൻ വേണ്ടി, പോലീസുകാർക്ക് അനുകൂലമായിട്ട് പറയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ കൊടും ക്രിമിനലുകളെ ഇവൻ്റെ സെല്ലിലേക്ക് വിടും. 2 3 കൊടും ക്രിമിനൽ ഇവനെ ഇങ്ങോട്ട് അവനെ അടിച്ച് നിരപ്പാക്കി ഞങ്ങൾ പറഞ്ഞ പറയണമെന്ന് പറയിക്കുന്ന ഇവരാണ്. അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സാക്ഷിമൊഴി എന്ന് പറയുന്നത് പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്നാ വേണം ചെയ്യും. ഇവിടെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സാക്ഷിമൊഴി പറ്റുമോ? ഇവിടെ ആദ്യം 2 3 കാര്യങ്ങൾ ആവശ്യപ്പെടാം. നീതിന്യായ വ്യവസ്ഥയും പോലീസും ഇങ്ങനെ പെരുമാറിയപ്പം ആദ്യം ബിഷപ്പ് ആവശ്യപ്പെടുന്നത് ഈ കേസ് ഛത്തീസ്ഗഡിന് പുറത്തേക്ക് മാറ്റണം ആവശ്യപ്പെടാമല്ലോ. ഛത്തീസ്ഗഡിന് പുറത്തേക്ക് കേസ്, കാരണം ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ദയനീയമായിട്ട് പരാജയപ്പെട്ടു, അല്ലെ പർപ്പസ്ഫുള്ളായിട്ട് പരാജയപ്പെട്ടു. ഏതെങ്കിലും ഒന്നുണ്ട്. ഒന്നിൽ ദയനീയമായിട്ട് അവർക്ക് വിവരക്കേട് കൊണ്ട് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളായിട്ട് കന്യാസ്ത്രീകളെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശം. അവർ മനുഷ്യ സ്ത്രീയാണ്, നമ്മൾ ആരുമല്ല. അവരുടെ ഉടുപ്പൊക്കെ മാറ്റി നോക്കൂ, ഒരു പച്ച മനുഷ്യ സ്ത്രീയാണ്. അവരെ അങ്ങനെ ശിക്ഷിക്കാൻ ആർക്ക് അവകാശം? അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുവസ്ത്രം, കർത്താവിൻ്റെ മണവാട്ടിമാരായിട്ടുള്ള ഞങ്ങൾ തിരുവസ്ത്രവും അണിഞ്ഞുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരിക എന്നുള്ളത് അവർക്ക് ഭയങ്കര വിഷമമുണ്ടായ സംഗതിയാണ് എന്ന് പ്രേമേന്ദ്രൻ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു. ഇവരെ കൊണ്ട് സംസാരിക്കാൻ ഇമോഷണലി അവർ വല്ലാതെ തളർത്തുന്നുണ്ട്. അല്ല, വ്യക്തിപരമായി പോയി സംസാരിക്കുക. ഒരു പത്രക്കാരുടെ മുമ്പിലേക്ക് ഇവിടെയൊക്കെ കുറ്റവാളികളെ പത്രക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും. ഈ കന്യാസ്ത്രീകളെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിച്ചിട്ടുണ്ടോ? ഒരു വാ തുറന്ന് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെ പോയി കണ്ടവരുമെന്ന് പറയുന്നതല്ലാതെ ഇവരെ കൊണ്ട് അല്ല, അവരെ സംസാരിപ്പിക്കാനായിട്ട് ഒരു സംഭവം അവർ പബ്ലിക്കായിട്ട് അവരെ പുറത്ത് കണ്ടിട്ടില്ലല്ലോ. അല്ല, ഒന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാണിക്കും. ഗാന്ധിയുടെ കയ്യിലെ പ്രതിമ പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവരെ കൊണ്ട് തുറപ്പിക്കില്ല. അത് ഒരാഴ്ചയായി ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുകയാണ്. അപ്പം മിണ്ടിപ്പോകരുതെന്ന് ആരാ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ഒറ്റ അക്ഷരം പുറത്തുള്ളവർ മിണ്ടിപ്പോകരുത്. അപ്പോൾ ഇവിടുന്ന് ചെല്ലുന്നവരോട് MP-മാരോടൊന്നും മിണ്ടരെന്ന് പറയാൻ പറ്റിയല്ല. പ്രേമേന്ദ്രൻ നല്ല ഭംഗിയായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. അവിടെയാണ് ഇവിടെ സഭയ്ക്ക് ഇപ്പം എന്നോട് ഇവർ പറയുന്നത് ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ
നമ്മൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്തിട്ട്. സാർ ഇപ്പോൾ ഇവരിപ്പം ഹൈക്കോടതിയിലേക്ക് ഇതിൻ്റെ ഈ കേസിൻ്റെ കാര്യത്തിന് പോയാലുമേ NIA കോടതിയിൽ നിന്നല്ലേ ഇവർക്ക് ഇത് ജാമ്യം കിട്ടാൻ പറ്റുള്ളൂ? NIA കോടതി ഇവരെ അല്ല, ഹൈക്കോടതി കൂടെ അത് പറയട്ടെ. ആ, അപ്പോൾ ഇവർ നഷ്ടപരിഹാരം ചോദിച്ചൊരു കേസ് കൊടുക്കുക. ഇത്രയും കാലം അവർക്ക് ജാമ്യം നിഷേധിക്കാനുള്ള കാരണക്കാരല്ല. ഇത്രയും ദിവസം ജാമ്യം നിഷേധിക്കാനുള്ള കാരണം ഇവരല്ലല്ലോ NIA മറ്റേ മജിസ്ട്രേറ്റ് കോടതിയിലും സെഷൻസിലൊന്നും പോയത്, പോലീസല്ലേ പോയത്. അതെ. അപ്പോൾ അതിനെ കുറ്റവാളി ഇവരെ ജയിലിൽ അനധികൃതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ്. തുടക്കത്തിൽ കേസെടുത്ത പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഭയങ്കര പറഞ്ഞ ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ, വെയിൽ ഈസ് എ ജനറൽ കൺസെപ്റ്റ്, വെയിൽ ഈസ് എ ഇഷ്യൂ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നാണ് പറഞ്ഞത്. വളരെ റയറസ്റ്റ് ഓഫ് ദ റയർ കേസിൽ കുറ്റം തെളിയുന്നതിന് മുമ്പ് ജയിലിലേക്ക് വിടാവുള്ളൂ. ജയിൽ ഈസ് ആൻ അത് ഓർത്തണം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ജയിൽ മറ്റത് ജാമ്യം ബെയിൽ ഈസ് എക്സെപ്ഷനായി. ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള മറക്കാൻ നോക്കുന്നത്. അതിന് പ്രോസിക്യൂഷൻ എടുത്തു. അതിനുവേണ്ടി സൂത്രപ്പണി മുഴുവൻ ചെയ്ത് ഇത്രയും ദിവസം അവരെ ജയിലിൽ കിടത്താൻ വേണ്ടി ചെയ്തെന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെ പറയേണ്ടി വരും. അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ എല്ലാവരും പാർട്ടിസറല്ലേ. അനുവാദനൊക്കെ ചെയ്യേണ്ടത് അതാണ്. ഇവിടെ ഇങ്ങനെ തെറ്റ് കണ്ടിരിക്കുന്നു, നിങ്ങളുടെ നിലപാടിൽ ഇന്ന തെറ്റുണ്ട്, അത് തിരുത്താൻ മോഡിയോടും പറയണം, അമിത്ഷായോടും പറയണം. തൻ്റെ ഉള്ള നേതാക്കന്മാർ അങ്ങനെ പറയുമ്പോൾ മാത്രമേ പ്രസ്ഥാനം. ഇത്രയും കോടതി വ്യവഹാരങ്ങൾ സംഭവമൊക്കെ ആയിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെയാണ് സാർ അമിത്ഷാ ഇടപെടുന്നത്? സർക്കാരിന് എങ്ങനെ ഇടപെടാൻ കഴിയും? അല്ല, അതിനിപ്പോൾ ഏത് സമയത്ത് ഇത് രണ്ടാമതൊരു അന്വേഷണം നടക്കാമല്ലോ. അന്വേഷിക്കാൻ പറഞ്ഞാൽ ഇവരൊക്കെ ഈ ഉദ്യോഗസ്ഥർ ഇനി ജാമ്യം കിട്ടാതെ നടപടികൾ പൂർത്തിയായാലല്ലേ പറ്റുള്ളൂ. അതാണ് അത്രേ ഉള്ളൂ. അല്ല, കോടതിയിൽ ഇവർക്ക് വേണേൽ FIR സ്ക്വാഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അല്ലേ ഈ കുറ്റപത്രം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് കൊടുക്കാവുന്ന. ഹൈക്കോടതിക്ക് അതിന് പവറുണ്ട്. കുറ്റപത്രം ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ട്രയൽ കോർട്ടിലെ പ്രൊസീഡിങ്സ് നിർത്തിവെച്ചിരിക്കുന്നു, പറയാൻ തീർന്നു. ഇന്നും ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, അത് ഇവരും സൂക്ഷിക്കും. കാരണം ഒരു ചെറിയ ലാപ്സ് പോലും വരരുത്. ഇപ്പോൾ പോലീസ് വാശിക്കാണെങ്കിൽ ഇപ്പം അമിത്ഷായ്ക്ക് ഇടപെട്ടെങ്കിൽ പോലീസിൻ്റെ വാശി തീരും. ഇപ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? അമിത്ഷാ ഇടപെട്ടപ്പോൾ പോലീസ് ജാമ്യത്തിന് അനുകൂലമായി നിന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതതുപോലെ ഒരു ഇടപെടൽ കൊണ്ട് ആണ് ഇവരെ ജയിലിട്ടെന്ന് വരികയില്ലേ. ഒരു കേന്ദ്രമന്ത്രി വിളിച്ച് പറഞ്ഞാൽ ജാമ്യത്തിൽ വിടുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ആലോചിക്കണം. അതൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പൊള്ളത്തരങ്ങൾ തുറന്ന് കാണിക്കുകയാണ്. ഒരു അമിത്ഷാ വിളിച്ച് പറഞ്ഞു, അല്ല ജോർജ് കുര്യൻ വിളിച്ച് പറഞ്ഞു, സുരേഷ് ഗോപി ഇടപെട്ടു, അതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടു എന്ന് പറഞ്ഞാൽ നാണക്കേട് ആർക്കാം? നമ്മുടെ ജുഡീഷ്യറിക്കാണ്. ആ ബോധം നമ്മുടെ എല്ലാ പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം. ജുഡീഷ്യറിയുടെ മാന്യത കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ കയ്യൊക്കൊള്ളവും കാര്യക്കാരെന്നുള്ള രീതിയിലേക്ക് കാര്യം മാറും. ജുഡീഷ്യറിയുടെ ബഹുമാനമില്ല പിന്നെ കാര്യം. എത്ര സംഭവങ്ങളുണ്ട് അങ്ങനെ. ദേവൻ രാമേന്ദ്രൻ എന്നും പറയൂലേ, എൻ്റെ മുമ്പിൽ പ്രൈവറ്റ് ബസ്സുകാരൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ജുഡീഷ്യറിയാണോ നമുക്ക് സിസ്റ്റമാണോ വേണ്ടത്? ആ സിസ്റ്റത്തെ മാറ്റാനുള്ളൊരു നിമിത്തം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ അവസാനിപ്പിച്ച അങ്ങനെയാണ്. ഈ കേസ് ഒരു നിമിത്തമാണ്. കേരളത്തിനും ബാധകമാണ്, ഛത്തീസ്ഗഡിനും ബാധകമാണ്.